സോനാമാർഗിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ താജിവാസ് ഗ്ലേസിയറിന് താഴെയായി സഹയാത്രികരോടൊപ്പം ഞാനും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ്. ഈ മനോഹരമായ ഗ്ലേസിയറിൻ്റെ പേര് താജിവാസ് ഗ്ലേസിയർ എന്നാണ്. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലുള്ള സോനാമാർഗിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗിലെ മഞ്ഞുപാളികളുടെ സ്വർഗം എന്നാണ് ഇതറിയപ്പെടുന്നത്. വർഷം മുഴുവനും ഇവിടെ മഞ്ഞ് കാണാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. സോനാമാർഗ് ടൗണിൽ നിന്ന് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ ഈ ഗ്ലേസിയറിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടേക്ക് സർവീസ് നടത്തുന്ന ധാരാളം ടാക്സികളുമുണ്ട്. മഞ്ഞിലൂടെയുള്ള നടത്തം, സ്ലെഡ്ജിംഗ് എന്നിവയ്ക്കാണ് ഈ സ്ഥലം ഏറെ പ്രസിദ്ധമായിരിക്കുന്നത്. ഗ്ലേസിയറിൽ നിന്നൊഴുകുന്ന ചെറിയ അരുവികളും ചുറ്റുമുള്ള പൈൻ മരങ്ങൾ നിറഞ്ഞ മലനിരകളും ഒരുക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോനാമാർഗിലെ മറ്റ് ഹിമാനികളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കൊളഹോയി ഗ്ലേസിയർ. എന്നാൽ ഇത് സന്ദർശിക്കാൻ കൂടുതൽ കഠിനമായ ട്രെക്കിംഗ് ആവശ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 9186 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താജിവാസ് ഗ്ലേസിയർ വർഷം മുഴുവനും മഞ്ഞ് പുതച്ചു കിടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ സോനാമാർഗിലെ രത്നം എന്നും ഇത് വിളിക്കപ്പെടുന്നു. ഗ്ലേസിയറിന് ചുറ്റുമായി മഞ്ഞുരുകി താഴേക്കൊഴുകുന്ന നിരവധി ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സോനാമാർഗിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ട്രെക്കിംഗ് നടത്തി ഇവിടെ എത്താവുന്നതാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരസവാരിയും ടാക്സിയും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ കാലാവസ്ഥ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. മനോഹരമായ കാലാവസ്ഥയും പച്ചപ്പും ആസ്വദിക്കാൻ ഈ സമയമാണ് ഏറ്റവും നല്ലത്. എന്നാൽ മഞ്ഞിനെ സ്നേഹിക്കുന്നവർക്ക് ശീതകാലമാണ് ഏറ്റവും അനുയോജ്യമായത്. ഈ സമയത്ത് ഇവിടെ കനത്ത മഞ്ഞുവീഴ്ച കാരണം ഇവിടേക്കുള്ള പാതകൾ പലപ്പോഴും അടച്ചിടാറുമുണ്ട്. ഇവിടെയുള്ള പ്രധാന വിനോദങ്ങൾ സ്ലെഡ്ജിംഗ്, അതായത് മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന സ്ലെഡ്ജുകൾ സന്ദർശകർക്ക് ഒരു വലിയ ആവേശമാണ് നൽകുന്നത്. ഹിമാലയൻ മലനിരകളുടെയും മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഗ്ലേസിയറിന് സമീപം ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കാശ്മീർ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരിടമാണ് ഇത്. താജിവാസ് ഗ്ലേസിയറിലേക്ക് പോകുമ്പോൾ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗസുകളും ജാക്കറ്റുകളുമാണ്. കാരണം ഇവിടെ എപ്പോഴും തണുത്ത കാലാവസ്ഥയായിരിക്കും. സോനാമാർഗിൽ നിന്ന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ ഏറ്റവും വലിയ ഗ്ലേസിയറുകളിൽ മറ്റൊന്നാണ് കൊളഹോയി ഗ്ലേസിയർ. ഇതിനെ തൂങ്ങുന്ന ഹിമാനി ഇല്ലെങ്കിൽ ഹാങ്ങിങ് ഗ്ലേസിയർ എന്നും വിളിക്കാറുണ്ട്. പ്രശസ്തമായ ലീഡർ നദി ഉത്ഭവിക്കുന്നത് ഈ ഗ്ലേസിയറിൽ നിന്നാണ്. ഇത് പഹൽഗാം വഴിയാണ് ഒഴുകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4700 മീറ്റർ, അതായത് 15400 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊളഹോയി പർവ്വതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വ്യാപിച്ചു കിടക്കും. ഇവിടെയും താജിവാസ് ഗ്ലേസിയർ പോലെ അത്ര എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം കൂടിയാണ്. പഹൽഗാമിൽ നിന്നോ അല്ലെങ്കിൽ സോനാമാർഗിൽ നിന്നോ കഠിനമായ ട്രെക്കിങ്ങിലൂടെ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി പഹൽഗാമിലെ അരുവു ഗ്രാമത്തിൽ നിന്നാണ് ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 3-4 ദിവസത്തെ യാത്ര ഇതിനായി വേണ്ടിവരും. ഈ ഗ്ലേസിയറിൻ്റെ മുകൾ ഭാഗം പർവ്വതങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിക്കുന്നതിനാലാണ് ഇതിനെ ഹാങ്ങിങ് ഗ്ലേസിയർ എന്നുകൂടി വിളിക്കുന്നത്. ആഗോള താപമാനം മൂലം ഈ ഗ്ലേസിയർ വളരെ വേഗത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. പരിചയസമ്പന്നരായ ഗൈഡുകളുടെ സഹായമില്ലാതെ കൊളഹോയി ഗ്ലേസിയറിലേക്ക് ട്രെക്കിംഗ് നടത്തുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഗ്ലേസിയറിൽ വലിയ വിള്ളലുകൾ ഉള്ളതിനാൽ ഇതിനു മുകളിലൂടെ നടക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു നദിയാണ്
കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലൂടെ ഒഴുകുന്ന അതിമനോഹരമായ സിന്ധു നദി. ഇത് സിന്ധു നദിയുടെ ഒരു പ്രധാന പോഷക നദിയായ ഝലം നദിയിലേക്കാണ് വന്നു ചേരുന്നത്. സോജി ലാ പാസിന് സമീപമുള്ള മച്ചോയ് ഗ്ലേസിയറിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം 108 കിലോമീറ്റർ നീളമുള്ള ഈ നദി സോനാമാർഗ്, പാൽ എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി ശ്രീനഗറിന് അടുത്തുള്ള ഷദിപ്പോരയിൽ വെച്ച് ഝലം നദിയിൽ സംഗമിക്കുന്നു. സോനാമാർഗിൻ്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ സിന്ധു നദിക്ക് വലിയ പങ്കുണ്ട്. നദിക്കരയിലെ പൈൻ മരങ്ങളും മഞ്ഞ് പുതച്ച മലനിരകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. അങ്ങനെ ഈ നദിക്കരയിലെയും ഈ ഗ്ലേസിയറിലെയും മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നാം മല ഇറങ്ങുകയാണ്. സിന്ധു നദി ട്രൗട്ട് മത്സ്യങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാറുണ്ട്. ഇതിന് ആംഗ്ലിംഗ് എന്നാണ് വിളിക്കാറ്. ഈ നദിയിലെ ജലം കൃഷിക്കും അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾക്കും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. നദിക്കരയിലുള്ള ക്യാമ്പിംഗ് ഇവിടുത്തെ പ്രധാന വിനോദമാണ്. വേനൽക്കാലത്ത് ഈ നദിയിൽ റിവർ റാഫ്റ്റിംഗ് നടത്താനുള്ള സൗകര്യവും ലഭ്യമാണ്. കാശ്മീരിലെ സിന്ധു നദിയും പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന വലിയ സിന്ധു നദിയും രണ്ടും രണ്ടാണ്. സിന്ധു നദിയുടെ ഒരു ഉപപോഷക നദിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സോനാമാർഗിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് സർബൽ വില്ലേജ്. കാശ്മീരിലെ പ്രകൃതി ഭംഗി അതിൻ്റെ തനിമയോടെ ആസ്വദിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ഇടങ്ങളിൽ ഒന്നുകൂടിയാണിത്. സോനാമാർഗ് മേഖലയിലെ അവസാനത്തെ ഗ്രാമമായി സർബാലിനെ കണക്കാക്കുന്നു. ഇതിനുശേഷം വലിയ മലനിരകളും കാടുകളുമാണ്. കുത്തനെയുള്ള മലനിരകൾക്ക് താഴെ സിന്ധു നദിയുടെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുകാലത്ത് ഈ ഗ്രാമം പൂർണ്ണമായും വെള്ള പുതച്ച് കിടക്കും. സോനാമാർഗിലെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനപരമായി സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. കാശ്മീരിലെ ഗ്രാമീണരുടെ ലളിതമായ ജീവിത രീതിയും അവരുടെ തനതായ വീടുകളും നമുക്ക് ഇവിടെ നേരിട്ട് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. പശ്ചാത്തലത്തിലുള്ള ഉയരമേറിയ പർവ്വതങ്ങളും സിന്ധു നദിയും ചേർന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിക്കും ഏറെ പ്രശസ്തമാണ് ഈ സ്ഥലം. സാഹസിക സഞ്ചാരികൾ പലപ്പോഴും സർബാലിൽ നിന്ന് അടുത്തുള്ള മലനിരകളിലേക്ക് ചെറിയ ട്രെക്കിങ്ങുകൾ നടത്താറുണ്ട്. ഇവിടെ ഈ ലാസ്റ്റ് വില്ലേജ് എന്ന ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് ഒരു യാത്രികർക്കൊപ്പം അവിടെ പോയി അവിടെ നിന്നും ഒരു ചൂട് ചായ വാങ്ങി ഞാനും കഴിച്ചു. സോനാമാർഗ് സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് കണ്ടു തീർക്കാവുന്ന എന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ സബർബാൽ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോനാമാർഗിലെ മലനിരകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു കുഗ്രാമമാണ് സർബാൽ. ആധുനിക ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ജനങ്ങൾ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. കഠിനമായ കാലാവസ്ഥയോട് പൊരുതി ജീവിക്കുന്ന ഇവർ അതിഥികളെ സ്വീകരിക്കുന്നതിൽ വളരെയധികം താൽപര്യവുമാണ്. കല്ലും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച കാശ്മീരി ശൈലിയിലുള്ള വീടുകളാണ് ഇവർ താമസത്തിനായി ഉപയോഗിക്കുന്നത്. മഞ്ഞുകാലത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമാണ് ഇവയുടെ നിർമ്മാണവും. കന്നുകാലി വളർത്തൽ, കൃഷി, സോനാമാർഗിലെത്തുന്ന വിനോദസഞ്ചാരികളെ സഹായിക്കൽ എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. ശൈത്യകാലത്തെ അതിശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവർ മറ്റ് ലോകങ്ങളിൽ നിന്നും ഒറ്റപ്പെടും. Sonmarg, this is the place in Sonmarg and called last village of Kashmir. Sarbal. പലപ്പോഴും മാസങ്ങളോളം ഈ ഗ്രാമം ഭൂലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആ സമയത്തേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വിറകും അവർ നേരത്തെ തന്നെ ശേഖരിച്ചു വയ്ക്കുന്നു. സിന്ധു നദിയുടെ തീരത്തും പൈൻ കാടുകൾക്കരികിലുമായി സ്ഥിതി ചെയ്യുന്നതിനാൽ
വന്യമൃഗങ്ങളെയും പ്രകൃതിയിലെ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞാണ് ഇവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇവിടുത്തെ ഹോട്ടലുകളിലെ കാശ്മീരി സംസ്കാരം കൃത്രിമത്വമില്ലാതെ കാശ്മീരികളുടെ യഥാർത്ഥ സംസാര രീതിയും ഭക്ഷണവും സംസ്കാരവും നമുക്ക് ഇവിടെ പ്രതിഫലിക്കുന്ന ഒന്നാണ്. നദിയുടെ ശബ്ദവും പക്ഷികളുടെ ചിലക്കലും അല്ലാതെ മറ്റ് ശബ്ദമലിനീകരണങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരിടം കൂടിയാണിത്. ഗ്രാമത്തിലെ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ചൂടുള്ള കാവ കുടിച്ചുകൊണ്ട് മലനിരകളുടെ ഭംഗി ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്കിവിടെ നൽകാറ്. ചുരുക്കത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന ഒരു ഗ്രാമമാണ് സർബാൽ. ഇവിടുത്തെ ജനജീവിതം അടുത്തറിയാൻ സർബാൽ ഗ്രാമത്തിലൂടെ ഒരു നടത്തം നടത്തുന്നത് വളരെ നന്നായിരിക്കും. സോനാമാർഗിനടുത്തുള്ള സർബാൽ ഗ്രാമത്തിലെ ഏറ്റവും ലഭ്യമായ കണക്കുകൾ പ്രകാരം ജനസംഖ്യ 1000 ഇടയിലാണ്. ഈ ഗ്രാമത്തിൽ ഏകദേശം 150 മുതൽ 180 വരെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം തുല്യമായ അനുപാതത്തിലാണ് കാണപ്പെടാറ്. കാശ്മീരിലെ മറ്റു വിദൂര ഗ്രാമങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സാക്ഷരതാ നിരക്ക് വളരെ മിതമാണ്. കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി അടുത്തുള്ള സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത്. ശൈത്യകാലത്ത് കഠിനമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പല കുടുംബങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, ഉദാഹരണത്തിന് ഗന്ദർബാൽ അല്ലെങ്കിൽ ശ്രീനഗർ ഭാഗങ്ങളിലേക്ക് താൽക്കാലികമായി മാറി താമസിക്കാറുണ്ട്. അതിനാൽ മഞ്ഞുകാലത്ത് ഗ്രാമത്തിലെ ജനസംഖ്യ തന്നെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഈ മനോഹരമായ സർബാൽ ഗ്രാമത്തെക്കുറിച്ചും അതിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സർബാലിനോട് വിട പറഞ്ഞ് ഇപ്പോൾ നാം ശ്രീനഗറിനെ ലക്ഷ്യമാക്കി ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവിടെയുള്ള പ്രകൃതി രമണീയതയും ഒപ്പം മഞ്ഞും മൂടിയ മലകളും കൊച്ചു കൊച്ചു വീടുകൾ അടങ്ങുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒക്കെ നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ സർബാൽ വില്ലേജിലെ ജനജീവിതത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരിൽ അധികവും കാശ്മീരി ഗുജ്ജർ സമുദായത്തിൽപ്പെട്ടവരാണ്. കൃഷിയും ആടുവളർത്തലുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. അടുത്ത കാലത്തായി ഇവിടെ ടൂറിസം വികസിച്ചതോടെ ടൂറിസ്റ്റ് ഗൈഡുകളായും ഹോം സ്റ്റേ നടത്തിപ്പുകാരായും ഇവിടുത്തെ യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട്. സോനാമാർഗിലെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പറ്റിയ ഒരിടമായി മാറുകയാണ് സർബാൽ ഗ്രാമം. കുത്തനെയുള്ള പർവ്വതനിരകളും അതിന് താഴെ ഒഴുകുന്ന സിന്ധു നദിയും സർബലിനെ ഒരു ചിത്രത്തിന് സമ്മാനമാക്കുന്നു. പൈൻ മരങ്ങൾ നിറഞ്ഞ വനമേഖലയാണ് ഈ ഗ്രാമത്തിൻ്റെ അതിര്. വലിയ ഹോട്ടലുകൾക്ക് പകരം ഗ്രാമീണരുടെ വീടുകളിൽ താമസിച്ച് അവരുടെ ഭക്ഷണവും സംസ്കാരവും അടുത്തറിയാൻ ഇവിടെ സാധിക്കും. ഇതിനെ റൂറൽ ടൂറിസം എന്നാണ് വിളിക്കുക. നദിക്കരയിൽ സമയം ചിലവഴിക്കാനും ഫോട്ടോഗ്രാഫിക്കും ക്യാമ്പിങ്ങിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയാണിത്. ഇവിടെ പ്രധാനമായും നടത്തുക വില്ലേജ് വാക്കാണ്. ഗ്രാമത്തിലൂടെയുള്ള നടത്തം അവിടുത്തെ ലളിതമായ ജീവിതം കാണാൻ സഹായിക്കും. ഗ്രാമീണരുടെ വീടുകൾ, കൃഷിയിടങ്ങൾ എന്നിവയും നമുക്ക് ഈ നടത്ത സമയത്ത് സന്ദർശിക്കാവുന്നതാണ്. സർബലിൽ നിന്ന് മലനിരകളിലേക്ക് നിരവധി ചെറിയ ട്രെക്കിംഗ് പാതകളുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മികച്ച അനുഭവമായിരിക്കും പ്രദാനം ചെയ്യുക. സിന്ധ് നദിയിൽ ട്രൗട്ട് മത്സ്യങ്ങൾ ധാരാളം ഉള്ളതിനാൽ ആംഗ്ലിംഗ് അഥവാ മത്സ്യബന്ധനം ഇവിടെ അനുവദനീയമാണ്. മഞ്ഞുകാലത്ത് സർബൽ പൂർണ്ണമായും വെള്ളപ്പുതച്ച് കിടക്കും. സാഹസികരായ സഞ്ചാരികൾ ഈ സമയത്ത് സ്നോ ട്രെക്കിങ്ങിനായി ഇവിടെ എത്താറുണ്ട്. സോനാമാർഗ് സന്ദർശിക്കുന്നവർക്ക് പകുതി ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന മനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനമാണ് ഈ സർബാൽ ഗ്രാമം. ഇങ്ങനെ ഈ മനോഹരമായ സർബാൽ ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ചും സോനാമാർഗിനെക്കുറിച്ചും
ഇവിടെ ഒഴുകുന്ന സിന്ധ് നദിയെക്കുറിച്ചും ഇവിടുത്തെ അതിമനോഹരമായ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് ഇപ്പോൾ ശ്രീനഗറിനെ ലക്ഷ്യമാക്കി അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രയിലുടനീളം സിന്ധ് നദിയും മഞ്ഞുമൂടിയ ഗ്ലേസിയർ പർവ്വത നിരയും ഒപ്പം അതിമനോഹരമായ പ്രകൃതിയും നമ്മോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഏറെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കൃഷിപ്പാടങ്ങളും അവിടെ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയും ഒപ്പം മനോഹരമായ കാഴ്ചകളും പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിന് ബാക്ക്ഗ്രൗണ്ടായി നിൽക്കുന്ന മലനിരകളും ഒക്കെയാണ് നമ്മുടെ ദൃഷ്ടിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഈ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ശ്രീനഗറിലേക്ക് മടങ്ങുമ്പോൾ ഇനിയൊരിക്കൽ കൂടി ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് എത്താനാവുമോ എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. കാരണം അത്രയധികം മനോഹരമായ കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കാശ്മീർ എന്ന ഈ സ്വർഗതുല്യമായ പറുദീസ നമുക്കായി സമ്മാനിച്ചത്. എത്ര കണ്ടാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്തത്ര അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നത്. ആധുനികത തൊട്ടു തീണ്ടാത്ത പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന കൊച്ചു കൊച്ചു വീടുകളും പ്രകൃതി മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ആധുനികത ഇനിയും എത്തിപ്പെടാത്ത, ഒട്ടും മലിമാസമാക്കാത്ത, പ്രകൃതിയോട് ഏറെ ഒത്തുചേർന്ന് കിടക്കുന്ന, പ്രകൃതിയുടെ തനിമയെ നഷ്ടപ്പെടുത്താത്ത ഒട്ടനവധി സ്ഥലങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു ക്യാൻവാസിൽ എന്നതുപോലെ കടന്നു പോകുന്നത്. കാനനവും പച്ചപ്പും മഞ്ഞുമൂടിയ മലകളും അതിന് താഴെയായി ഒഴുകുന്ന സിന്ധ് നദിയും ഒപ്പം ഗ്രാമീണരുടെ കൊച്ചു കൊച്ചു വീടുകളും കൽമഷം കലരാത്ത ഇവിടുത്തെ വായുവും ഒപ്പം അസ്തമയ സൂര്യനും ഒക്കെ കൂടിയാകുമ്പോൾ പ്രകൃതി അതിരമണീയമായ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരുക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം ബസ്സിലിരുന്ന് ശ്രീനഗറിനെ ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. ഹോട്ടലിലെത്താനും അവിടെ രാത്രി വിശ്രമത്തിന് ശേഷം അവസാന ദിവസമായ നാളെ ഈ കാശ്മീരിലെ, പ്രത്യേകിച്ച് ശ്രീനഗറിലെ മറ്റ് കാഴ്ചകളിലേക്ക് പോകാനും